അക്ബറിനോട് അതിലെ ഇരുന്ന് സംസാരിച്ച് മറ്റേ ഞരമ്പിന്റെ കേസ് ഇപ്പൊ തന്നെ ചോദിക്കാതെ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർക്കേണ്ടത് ഇപ്പൊ തന്നെ തീർക്കണം. അപ്പാനി നമ്മുടെ അതിലോട് പറയുന്നുണ്ട്, വരണടുത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ വരാനുള്ളത് വരാതെ ഇരിക്കില്ല, വഴി തങ്ങില്ല, അതുകൊണ്ട് നീ ചോദിക്കണം എന്നുള്ളത്. കാരണം കഴിഞ്ഞ കാര്യം ഇത് ഗെയിമിന്റെ ഇടയിൽ നടന്ന കാര്യമാണ്. അത് ഇപ്പൊ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും പുറത്തിറങ്ങിയിട്ട് സൈബർ അറ്റാക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്കും ഇഷ്ടംപോലെ സൈബർ അറ്റാക്കും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈവൻ ഞാനും ശോഭയും തമ്മിൽ രണ്ടാമത് കയറിയപ്പോൾ ശോഭയെ ഹഗ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹഗ് ചെയ്ത് ഉമ്മ വെച്ചിട്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. എനിക്ക് പെട്ടെന്ന് തോന്നിയ സ്പോണ്ടേനിയസ് ആക്ഷനാണ് ഞാൻ അവിടെ കാണിച്ചത്. ഇഷ്ടംപോലെ സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ അത് കാണുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ കാര്യങ്ങളൊന്നും ചെയ്യില്ല. കാരണം അത് ഗെയിമാണ്, ഗെയിമിൽ പല സ്ട്രാറ്റജി ഉണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, എന്റെ ത്രോട്ട് വേണേ പോയിക്കോട്ടെ, ഇത്രയും ഒരു വിഷം പിടിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ഇവളുടെ PR അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ്, PRന് ഹിന്റ് ഇട്ട് കൊടുത്തോണ്ടിരിക്കണം, PR അത് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ എല്ലാ പഴിയും ആർക്കാണ്? അനുമോളുടെ PR ആയ വിനുവിനാണ്. അനുമോള് പുറത്തുനിന്ന് കണ്ടന്റ് കൊടുക്കുന്നു, അനുമോള് പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതൊക്കെ പഴയ സീസണിലും കേട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അനുമോള് PR വെച്ചിട്ട് എന്താ പറയാ, അവർക്ക് പൈസ കൊടുത്ത് PR കൊണ്ട് അത് ചെയ്യിപ്പിക്കാം. ഇതൊക്കെ എല്ലാ സീസണിലും ഉള്ളതാണ്. അകത്ത് നിന്ന് സംസാരിച്ച് പുറത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ഇൻഡയറക്ട്ലി പറ്റുന്നുണ്ടെങ്കിൽ അത് ഗെയിം സ്ട്രാറ്റജി തന്നെയാണ് മോനെ. അത് ബിഗ് ബോസിൽ നിൽക്കുന്നവർക്ക് എക്സാക്ട് മനസ്സിലാവും. ആദില അക്ബറിനോട് പറഞ്ഞു, ഞാനിത് ചോദിക്കും എന്തായാലും ചോദിക്കുന്നു. ഷാനവാസിന് സംഭവം മനസ്സിലായി, ഇത് എവിടെ ചതിയാണെന്നുള്ളത്. ഷാനവാസ് വന്നു പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഉൾട്ടേ അടിക്കുള്ളൂ. ഈ ഒരു സീസൺ, ഈ ഒരു ടൈം പീരീഡ് ലാസ്റ്റ് മിനിറ്റിൽ എല്ലാവരും വോട്ടൊക്കെ ചോദിക്കാൻ പോവുകയാണ്, അതിന്റെ തിരക്കിലായിരിക്കും നിങ്ങൾ. ഇനിയിപ്പോ ദൈവത്തിന്റെ കയ്യിലും പ്രേക്ഷകരുടെ കയ്യിലാണ്. അപ്പൊ ചൊറിഞ്ഞ സ്വഭാവം കാണിക്കേണ്ട, കോംപ്രമൈസ് ആയിക്കോളാൻ പറഞ്ഞപ്പോ അനുമോളെ വിളിച്ചിരുത്തി. അനുമോള് ഒരു പ്രശ്നവും മനസ്സിൽ വെച്ചില്ല. ഇതാണ് അനുമോളുടെ വിഷയം. എന്താണെന്നറിയാമോ? എല്ലാവർക്കും വാരിക്കൊരു സ്നേഹവും സ്പേസും അറ്റാച്ച്മെന്റും കൊടുക്കും. അവരുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയാലും കുറച്ചു നേരം ഇരുന്ന് കരയും. എഗെയിൻ പോയിട്ട് അവർ വന്നിട്ട് ഒരു സോറി പറയണമെങ്കിൽ സാരില്ലടാ അവന് കെട്ടിപ്പിടിച്ച് ചുമ്മാ വയ്ക്കും. നമ്മൾ നോ പറയേണ്ടടുത്ത് സ്റ്റേ അവേ പറയേണ്ടടുത്ത് സ്റ്റേ അവേ പറയണം. അത് അനുമോൾക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവട്ടെ. അനുമോള് അതിലും നോറേയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഇപ്പുറത്ത് നിന്ന് അനുമോളെ അറിഞ്ചും തെറി പറഞ്ഞ് പണ്ടാറടക്കിയിട്ടാണ് ഇപ്പുറത്ത് വന്നിട്ട് അവർ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോൾ അത് കോംപ്രമൈസ് ആയി. അപ്പൊ അക്ബറിന് മനസ്സിലായി. അക്ബർ എന്നിട്ട് അപ്പാനെ വിളിച്ച് പറഞ്ഞു, എന്തടാ അത് ടോപ്പ് 5 എന്നുള്ളത് ടോപ്പ് 5 ആയപ്പോൾ 7 ആയെന്ന് പറഞ്ഞോടുകൂടി റൂട്ട് മാറ്റി അവർ മാറി എന്നുള്ളത്. എല്ലാവർക്കും അവരവരുടെ കാര്യമുള്ളൂ. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നവരുടെ മെയിൻ ഉദ്ദേശം സ്വന്തം ഗുണവും സ്വന്തം വളർച്ചയും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ആട്ടക്കലാശത്തിന്റെ മുന്നിൽ അനുവിന് കപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടി എഫേർട്ട് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വീടിന് പുറത്തും അകത്തും. സത്യം ജയിക്കത്തുള്ളൂ, നന്മയെ ജയിക്കത്തുള്ളൂ. അവൾ എന്നെ കപ്പെടുക്കട്ടെ, അവൾ എന്നെ കപ്പെടുത്ത് അവൾ പുറത്തോട്ട് വന്ന് അവളുടെ ആഗ്രഹം പോലെ അവൾ ജീവിക്കട്ടെ, അവളുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ, അല്ലേ? കൊത്തുതിരിവുകൾ നടക്കട്ടെ. ഇതാണ് ജീവിതത്തിൽ നടക്കുന്നത്. ഒരാൾ രക്ഷപ്പെടണമെന്ന് തോന്നുമ്പോൾ ഞണ്ടിനെ പോലെ വലിച്ച് താഴോട്ടിടാൻ ഒരുപാട് ആൾക്കാർ. ആ സമയത്താണ് റിയൽ ഫേസ് ഓഫ് ആളുകളെ മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ അനു കപ്പെടുക്കാൻ പോകണം, അനു ജയിക്കാൻ ക്ലോസ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള ചില ആൾക്കാരുടെ മുഖങ്ങളുണ്ടല്ലോ, അത് മനസ്സിൽ വെച്ചോ. നിങ്ങളുടെ ലൈഫിലും ചിലപ്പോൾ ഇതേപോലത്തെ മുഖങ്ങളുള്ള ആൾക്കാരുണ്ടാവും.